വസന്ത് തെങ്ങുംപള്ളി ഇന്ന് രാഹുലിന്റെ റോഡ് ഷോ ഉജ്ജ്വലമായ റോഡ് ഷോ ആയിരുന്നു. അണികൾക്ക് ആവേശം പകർന്നുകൊണ്ട് തന്നെയാണ് രാഹുൽ ഗാന്ധി റോഡ് ഷോയിൽ പങ്കെടുത്തതും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ എത്തിയതും. പക്ഷേ ഇവിടെ കഴിഞ്ഞ റോഡ് ഷോയിൽ നിന്ന് കണ്ടതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് രാഹുൽ ഗാന്ധിയുടെ മുഖമുള്ള പ്ലക്കാർഡുകൾ പ്രവർത്തകർ പിടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും ഒന്നും കൊടികൾ ഉണ്ടായിരുന്നില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഒഴിവാക്കൽ വന്നത്? കഴിഞ്ഞ തവണത്തെ അനുഭവം വെച്ചുകൊണ്ടാണോ? അല്ല, വളരെ കൃത്യമാണല്ലോ. ഞങ്ങൾ ഈ തവണ വയനാട്ടിൽ പ്രൊജക്ട് ചെയ്യുന്നത് രാഹുൽ ഗാന്ധി എന്ന സ്ഥാനാർത്ഥി, അദ്ദേഹവും കൈപ്പത്തി ചിഹ്നവും തന്നെയാണ് അവിടുത്തെ പ്രൈം ഫാക്ടർ. ആ പ്രൈം ഫാക്ടറിനെ ഉയർത്തി കാണിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ചില ക്ഷുദ്ര ജീവികൾക്ക്, ശക്തികൾക്ക് വഴിവിട്ട് കൊടുക്കാൻ വേണ്ടി ഒരു അവസരം ഉണ്ടാക്കേണ്ട എന്ന് കോൺഗ്രസ് തീരുമാനിച്ചെങ്കിൽ, അങ്ങനെയാണ് എന്നല്ലേ ഞാൻ പറയുന്നത്, അങ്ങനെ തീരുമാനിച്ചെങ്കിൽ നല്ല കാര്യമല്ലേ? അത് നല്ല കാര്യം തന്നെ. ഈ തവണ, കഴിഞ്ഞ തവണ 4.5 ലക്ഷം വോട്ടിനാണ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിന്ന് ജയിക്കുന്നതെങ്കിൽ ഇത്തവണ എഴുതി വെച്ചോളൂ, 5.5 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിന്ന് ജയിച്ചു വരികയും അദ്ദേഹത്തോടൊപ്പം കോൺഗ്രസിന്റെ ബാക്കി 19 കോൺഗ്രസിന്റെയും ഘടകകക്ഷികളുടെയും ചേർത്ത് കേരളത്തിൽ നിന്ന് ബാക്കി 19 UDF എംപിമാർ, രാഹുൽ ഗാന്ധിയെ കൂട്ടി 20 UDF എംപിമാർ പാർലമെന്റിലേക്ക് പോകുമെന്നതിൽ സംശയം വേണ്ട. കഴിഞ്ഞ തവണ രാഹുൽ കൂടുതലായി പ്രൊജക്ട് ചെയ്തിരുന്നെങ്കിൽ ഈ തവണ 2 ഗവൺമെന്റുകൾക്കെതിരായിട്ടുള്ള ആന്റി ഇൻകംബൻസി അതിന്റെ പീക്കിലാണ് നിൽക്കുന്നത്. ഇവിടെ സപ്ലൈകോയിൽ സാധനമില്ല, പെൻഷൻ കിട്ടിയിട്ട് 7 മാസമാകുന്നു, കരണ്ട് ബില്ല് വർദ്ധിപ്പിക്കുന്നു. ഈ 1-ാം തീയതി തൊട്ട് വർദ്ധിപ്പിച്ചിരിക്കുന്ന എത്ര ഇരട്ടിയാണ്? 100 ഇരട്ടിയോളം വർധന ഉണ്ടായിട്ടുണ്ട് പല ടാക്സ് ഇനങ്ങളിലും, റവന്യൂ റേറ്റുകളിൽ. ആ ഓട്ടോറിക്ഷക്കാരന്റെ പെർമിറ്റ് പുതുക്കാൻ വേണ്ടിയുള്ള വർധനവ് 1000 ഇരട്ടിയോളമാണ്. ശരി, അങ്ങനെ വരുമ്പോൾ ശ്രീ വസന്ത് തെങ്ങുംപള്ളി, രാഹുലിന്റെ മുഖം മാത്രം കാണിച്ചാൽ മതി, അത് കേരളത്തിൽ വോട്ടാകും. അതായത് മറ്റ് സംസ്ഥാനങ്ങളിൽ വോട്ടാകാൻ മടിക്കുന്ന രാഹുലിന്റെ മുഖം അത് കേരളത്തിൽ എന്തായാലും വോട്ടാകും എന്ന ഉറച്ച പ്രതീക്ഷയാണ് UDF-നുള്ളത്. അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗിന്റെ കൊടിയോ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ കൊടിയോ ഒന്നും ഇത്തരത്തിലുള്ള റോഡ് ഷോകളിൽ പ്രൊജക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് ഒരു പേടിയുടെ ഒരു ഇലമെന്റ് കൂടി ഉണ്ടോ? അങ്ങനെ പ്രൊജക്ട് ചെയ്തു കഴിഞ്ഞാൽ ഈ ലീഗിന്റെയും കോൺഗ്രസിന്റെയും കൊടികൾ കൂട്ടിക്കെട്ടിക്കൊണ്ട് എതിർ പ്രചാരണം വടക്കേ ഇന്ത്യയിൽ വരും കഴിഞ്ഞ തവണത്തെ പോലെ. അങ്ങനെ ഒരു ഭയപ്പാട് കോൺഗ്രസിനുണ്ടെന്ന് തോന്നുന്നു. എന്നോടാണല്ലോ? അതെ 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 വസന്ത്. മനുഷ്യന് ഭയപ്പാടല്ല, ജാഗ്രതയാണ്. അതിലെന്താ തെറ്റുള്ളത്? ഞാൻ പറഞ്ഞല്ലോ, ചില ക്ഷുദ്രജീവികൾ, അവർക്ക് ഏത് രീതിയും വളച്ചൊടിക്കാനും ആടിനെ പട്ടിയാക്കാനും പട്ടിയെ പാണനാക്കാനും പറ്റുന്ന ചില ക്ഷുദ്രജീവികൾ, അതിന് ഫണ്ട് കയ്യിലുള്ളവർ, അതിന് സംവിധാനം കയ്യിലുള്ളവർ, അത് ദുരുപയോഗപ്പെടുത്താതിരിക്കാൻ വേണ്ടി ചില ജാഗ്രത പാർട്ടി സ്വീകരിച്ചാൽ അതിനെ തെറ്റു പറയാൻ പറ്റുമോ? അതിലൊരു തെറ്റുമില്ല. ഇത്തവണ രാഹുൽ ഗാന്ധി തന്നെയാണ് ഞങ്ങളുടെ മുഖം. പ്രതിപക്ഷ പോരാട്ടത്തിന്റെ, കേരളത്തിൽ നിന്ന് മാത്രമല്ല രാജ്യം ഒട്ടുക്കും പ്രതിപക്ഷ പോരാട്ടത്തിന്റെ മുഖം അത് രാഹുൽ ഗാന്ധി തന്നെയാണ്. അതിൽ സംശയമൊന്നും വേണ്ട. അത് പ്രൊജക്ട് ചെയ്ത് തന്നെ ആയിരിക്കും മുമ്പോട്ട് പോകുക. അത് ഇന്ത്യ മുന്നണി, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്